വിവോയുടെ വിവോ Y21 എന്ന പുതിയൊരു സ്മാർട്ട് ഫോൺ ഇപ്പോൾ ഇന്ത്യയിൽ ലോഞ്ച് ചെയ്തിട്ടുണ്ട്. ഈ ഒരു ഫോൺ വരുന്നത് 14,000 രൂപ പ്രൈസ് റേഞ്ചിലാണ്. ഈ ഒരു വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് വിവോ Y21 എന്ന ഫോണിൻ്റെ വിശേഷങ്ങളാണ്. ആദ്യം നമ്മൾ ഈ ഫോണിൻ്റെ നെഗറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ പറയുകയാണെങ്കിൽ ഒന്നാമത്തെ കാര്യം ഇതിൻ്റെ പ്രോസസ്സറാണ്. മീഡിയാടെക്കിൻ്റെ ഹീലിയോ P35 എന്നുള്ള പ്രോസസ്സറുമായിട്ടാണ് ഈ ഒരു ഫോൺ വരുന്നത്. ഇത് 14,000 രൂപ പ്രൈസ് റേഞ്ചിന് പറ്റിയിട്ടുള്ള ഒരു പ്രോസസ്സർ ആണോ എന്ന് ചോദിച്ചാൽ അല്ല എന്ന് പറയേണ്ടി വരും. ഇപ്പോൾ നമ്മൾ മറ്റ് ഫോണുകളുടെ കാര്യം നോക്കുകയാണെന്നുണ്ടെങ്കിൽ 7,000 രൂപ പ്രൈസ് റേഞ്ചിലൊക്കെ ഓൺലൈൻ മാർക്കറ്റിൽ നമുക്ക് മീഡിയാടെക്കിൻ്റെ ഹീലിയോ G35 എന്നുള്ള പ്രോസസ്സറുമായിട്ട് വരുന്ന ഫോണുകളൊക്കെ ലഭിക്കുന്നുണ്ട്. ഈ ഒരു G35 എന്നുള്ള പ്രോസസ്സറും അതുപോലെ തന്നെ P35 എന്നുള്ള പ്രോസസ്സറും ഏകദേശം സെയിം ആയിട്ടുള്ള പ്രോസസ്സർ തന്നെയാണ്. ഇതിൽ G35 എന്നുള്ള പ്രോസസ്സർ കുറച്ചും കൂടി ലേറ്റസ്റ്റ് ആയിട്ട് അനൗൺസ് ചെയ്ത പ്രോസസ്സറാണ് എന്നുള്ള അഡ്വാൻറ്റേജ് വരുന്നുണ്ട്. എന്നാലും അതൊക്കെ മാറ്റി നിർത്തി നോക്കുകയാണെങ്കിലും ഓൺലൈൻ മാർക്കറ്റിൽ നമുക്ക് 7,000-8,000 രൂപ പ്രൈസ് റേഞ്ചിലൊക്കെയാണ് ഈ ഒരു പ്രോസസ്സറുമായിട്ട് വരുന്ന ഫോണുകൾ ലഭിക്കുന്നത്. പിന്നെ വിവോ Y21 എന്നുള്ള ഫോൺ ഓഫ്ലൈൻ ഫോണാണ്. പിന്നെ ഓഫ്ലൈൻ ഫോൺസിന് പൊതുവെ വില കുറച്ച് കൂടാറുണ്ട്. അതും കൂടി കൺസിഡർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഒരു 10,000 രൂപ പ്രൈസ് റേഞ്ചിലേക്ക് വലിയ തരക്കേടില്ല എന്ന് പറയാം. മാക്സിമം പോയാൽ ഒരു 11,000-12,000 രൂപ പ്രൈസ് റേഞ്ചിൽ, ആ ഒരു പ്രൈസ് റേഞ്ചിൽ ഇത് നല്ല പ്രോസസ്സർ ആണ് എന്നല്ല പറയുന്നത്. പക്ഷേ മാക്സിമം നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. പക്ഷേ ഈ ഒരു വിവോ Y21 എന്ന ഫോൺ 14,000 രൂപ പ്രൈസ് റേഞ്ചിലാണ് വരുന്നത്. അപ്പോൾ ആ ഒരു പ്രൈസ് റേഞ്ചിന് പറ്റിയിട്ടുള്ള ഒരു പ്രോസസ്സറെ അല്ല മീഡിയാടെക്കിൻ്റെ ഹീലിയോ P35 എന്നുള്ള പ്രോസസ്സർ. ഇപ്പം വരാൻ സാധ്യതയുള്ള ഒരു കമൻറ്റ് എന്താണെന്ന് വെച്ചാൽ, ഞാൻ ഈ ഒരു ഫോൺ യൂസ് ചെയ്തിട്ട് എനിക്ക് വലിയ ഹാങ് ഒന്നും വരുന്നില്ല, അതുപോലെ തന്നെ ഞാൻ ബാറ്റിൽ ഗ്രൗണ്ട്സ് മൊബൈലിൻ്റെ പോലുള്ള വലിയ ഗെയിമുകളൊക്കെ കളിക്കാറുണ്ട്, എനിക്ക് വലിയ പ്രശ്നമില്ല എന്നുള്ളതൊക്കെ ആയിരിക്കും. പക്ഷേ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, കുറച്ചും കൂടി ബെറ്റർ ആയിട്ടുള്ള പ്രോസസ്സർ നമുക്ക് കിട്ടുമ്പം ഇതുപോലുള്ള വലിയ ഗെയിമുകളൊക്കെ കുറച്ചും കൂടി ബെറ്റർ ആയിട്ടുള്ള ഗ്രാഫിക്സ് സെറ്റിംഗ്സിലും അതുപോലെ തന്നെ കുറച്ചും കൂടി കുറഞ്ഞ ഫ്രെയിം ഡ്രോപ്സിലൊക്കെ നമുക്ക് കളിക്കാൻ പറ്റും. ആ ബെറ്റർ ആയിട്ടുള്ള എക്സ്പീരിയൻസും കാര്യങ്ങളൊക്കെ അതിൽ കിട്ടുന്നതായിരിക്കും. അല്ലാതെ ഈ ഒരു ഫോൺ യൂസ് ചെയ്യാൻ കഴിയില്ല, ഈ ഒരു പ്രോസസ്സർ യൂസ് ചെയ്യാൻ കഴിയാത്ത പ്രോസസ്സറാണ്, അങ്ങനെയൊന്നുമില്ല. യൂസ് ചെയ്യാൻ കഴിയും. പക്ഷേ ഈ ഒരു പ്രൈസ് റേഞ്ചിന് പറ്റിയിട്ടുള്ള ഒരു പ്രോസസ്സറല്ല. ഈ ഒരു പ്രൈസ് റേഞ്ചിൽ കുറച്ചും കൂടി ബെറ്റർ ആയിട്ടുള്ള ഒരു എക്സ്പീരിയൻസും കാര്യങ്ങളൊക്കെ തരുന്ന പ്രോസസ്സറുകൾ നമുക്ക് ലഭിക്കുന്നുണ്ട്. പിന്നെ ഈ ഫോണിൻ്റെ ബേസ് വേരിയൻറ്റിൽ 4 GB റാമും 64 GB ഇൻറ്റേർണലാണ് വരുന്നത്. 4 GB റാമും 128 GB ഇൻറ്റേർണലുമായിട്ട് വരുന്ന ഒരു വെർഷനും വരുന്നുണ്ട്. പിന്നെ ഈ ഫോണിൽ എക്സ്റ്റെൻഡഡ് റാം എന്നുള്ള ഫീച്ചർ വരുന്നുണ്ട്. അതായത് എക്സ്ട്രാ റാം വേണ്ട സമയത്ത് ഇൻറ്റേർണൽ മെമ്മറിയിൽ നിന്ന് കുറച്ച് മെമ്മറി എടുത്തിട്ട് റാമായിട്ട് യൂസ് ചെയ്യും. 1 GB വരെയാണ് എക്സ്റ്റെൻഡഡ് റാം എന്നുള്ള ഫീച്ചറിൽ നമുക്ക് ലഭിക്കുന്നത്. പിന്നെ ഈ ഫോണിൽ ഡെഡിക്കേറ്റഡ് മെമ്മറി കാർഡ് സ്ലോട്ട് കൊടുത്തിട്ടുണ്ട്. അതായത് 2 സിം യൂസ് ചെയ്യുമ്പോൾ തന്നെ ഒരു മെമ്മറി കാർഡ് നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് യൂസ് ചെയ്യാം. പിന്നെ പെർഫോമൻസ് മെച്ചപ്പെടുത്താൻ വേണ്ടിയിട്ട് മൾട്ടി ടെർബോ 5.0 എന്നുള്ള ഫീച്ചർ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഗെയിമിങ്ങിന് വേണ്ടിയിട്ട് അൾട്രാ ഗെയിം മോഡ്, അതുപോലെ തന്നെ 4D ഗെയിം വൈബ്രേഷൻ, ഇതുപോലുള്ള ഫീച്ചേഴ്സൊക്കെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഈ ഫോണിൽ 3.5mm ഓഡിയോ ജാക്ക് വരുന്നുണ്ട്. ഇനി ഡിസ്പ്ലേയുടെ കാര്യം പറയുകയാണെങ്കിൽ അതും ഒരു നെഗറ്റീവായിട്ട് പറയേണ്ട കാര്യമാണ്. ഈ ഫോണിൽ 6.51 ഇഞ്ചിൻ്റെ HD+ ഡിസ്പ്ലേ ആണ് വരുന്നത്. ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, ഈ ഫോണിൽ HD റെസൊല്യൂഷൻ മാത്രമേ കൊടുത്തിട്ടുള്ളൂ. ഈ ഫോൺ 14,000 രൂപ പ്രൈസ് റേഞ്ചിലാണ് വരുന്നത്. ഈ ഒരു പ്രൈസ് റേഞ്ചിൽ HD റെസൊല്യൂഷൻ മാത്രമേ വരുന്നു എന്നുള്ളത് എടുത്തു പറയേണ്ട ഒരു നെഗറ്റീവ് തന്നെയാണ്. ഇതൊരു ഓഫ്ലൈൻ ഫോൺ ആണെന്നുള്ള കാര്യം നമ്മൾ കൺസിഡർ ചെയ്താലും നെഗറ്റീവായിട്ട് പറയേണ്ട കാര്യം തന്നെയാണ്. പിന്നെ ഈ ഫോണിൽ ഫുൾ HD റെസൊല്യൂഷൻ എന്നുള്ള ഫീച്ചർ ഓൾറെഡി സ്കിപ്പ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അറ്റ്ലീസ്റ്റ് അവർക്ക് കൂടിയ റിഫ്രഷ് റേറ്റ് എന്നുള്ള ഫീച്ചറെങ്കിലും കൊടുക്കായിരുന്നു. എന്നാൽ ഈ ഫോണിൽ അങ്ങനെയല്ല, അതും ഇവർ കൊടുത്തിട്ടില്ല. 60 Hz റിഫ്രഷ് റേറ്റുമായിട്ടാണ് ഈ ഒരു ഫോൺ വരുന്നത്. ഇപ്പോൾ ഈ 2 ഫീച്ചേഴ്സും സ്കിപ്പ് ചെയ്ത സ്ഥിതിക്ക് അറ്റ്ലീസ്റ്റ് പഞ്ചോൾ ഡിസ്പ്ലേ എന്നുള്ള ഫീച്ചറെങ്കിലും അവർക്ക് കൊടുക്കായിരുന്നു. അതും കൊടുത്തിട്ടില്ല. ഫോണിൻ്റെ ഫ്രണ്ടിൽ കുറച്ചും കൂടി പഴയ വാട്ടർ ഡ്രോപ്പ് നോച്ച് ഡിസൈനിലുള്ള നോച്ചാണ് വരുന്നത്. 20:9 എന്നുള്ള ആസ്പെക്ട് റേഷ്യോയിലാണ് ഈ ഫോൺ വരുന്നത്. ഏകദേശം 89% സ്ക്രീൻ ടു ബോഡി റേഷ്യോ ഈ ഫോണിൽ വരുന്നുണ്ട്. പിന്നെ ഈ ഒരു 14,000 രൂപ പ്രൈസ് റേഞ്ചിൽ നമുക്ക് മറ്റ് ഫോണുകളിലെ ഡിസ്പ്ലേയുടെ കാര്യത്തിൽ എന്തൊക്കെ കിട്ടുന്നുണ്ട് എന്ന് വെച്ചാൽ, നമുക്ക് ഫുൾ HD റെസൊല്യൂഷനിൽ വരുന്ന AMOLED ഡിസ്പ്ലേ ഉള്ള ഫോണുകൾ കിട്ടുന്നുണ്ട്. അതല്ലാന്നുണ്ടെങ്കിൽ IPS LCD ഡിസ്പ്ലേ ആണെങ്കിൽ 120 Hz റിഫ്രഷ് റേറ്റ് സപ്പോർട്ട് ചെയ്യുന്ന, അല്ലെങ്കിൽ 90 Hz റിഫ്രഷ് റേറ്റ് സപ്പോർട്ട് ചെയ്യുന്ന ഫുൾ HD റെസൊല്യൂഷനിൽ വരുന്ന ഫോണുകൾ നമുക്ക് കിട്ടുന്നുണ്ട്. അപ്പം ഇതിനേക്കാൾ ബെറ്റർ ആയിട്ടുള്ള ഡിസ്പ്ലേയുമായിട്ട് വരുന്ന ഫോണുകൾ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ നമുക്ക് വേറെ ഓപ്ഷനിൽ വരുന്നുണ്ട്. പിന്നെ ഈ ഫോണിൻ്റെ ഫിംഗർ പ്രിൻറ്റ് സെൻസർ ഫോണിൻ്റെ സൈഡിൽ പവർ ബട്ടണിൽ ഇൻ്റഗ്രേറ്റ് ചെയ്തിട്ടാണ് വരുന്നത്. ഫോണിൻ്റെ വെയിറ്റ് വരുന്നത് ഏകദേശം 182 ഗ്രാമാണ്. ഫോണിൻ്റെ തിക്നെസ് വരുന്നത് 8 mm ആണ്. പിന്നെ ഫോണിൻ്റെ ബാക്കിൽ റെക്ടാങ്കുലാർ ഡിസൈനിൽ വരുന്ന ക്യാമറ മോഡ്യൂൾ കൊടുത്തിട്ടുണ്ട്. ഈ ഫോണിൻ്റെ 2 കളർ വേരിയൻസ് ഇപ്പോൾ ഇന്ത്യയിൽ ലോഞ്ച് ചെയ്തിട്ടുണ്ട്. ഡയമണ്ട് ഗ്ലോ, അതുപോലെ തന്നെ മിഡ് നൈറ്റ് ബ്ലൂവും. പിന്നെ ആൻഡ്രോയിഡ് 11 ബേസ് ആയിട്ടുള്ള FunTouch OS 11.1 സോഫ്റ്റ്വെയറുമായിട്ടാണ് ഈ ഒരു ഫോൺ വരുന്നത്. ക്യാമറയുടെ കാര്യം പറയുകയാണെങ്കിൽ ഫോണിൻ്റെ പിന്നിൽ ഡ്യുവൽ ക്യാമറ സെറ്റപ്പാണ് വരുന്നത്. 13 മെഗാപിക്സലിൻ്റെ f2.2 അപ്പേഴ്സിൽ വരുന്ന മെയിൻ ക്യാമറ സെൻസറാണ് ഈ ഫോണിൽ വരുന്നത്. പിന്നെ 2 മെഗാപിക്സലിൻ്റെ f2.4 അപ്പേഴ്സിൽ വരുന്ന മാക്രോ ലെൻസും വരുന്നുണ്ട്. ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഈ ഫോണിൽ അൾട്രാ വൈഡ് ആംഗിൾ ലെൻസ് ഒന്നും കൊടുത്തിട്ടില്ല. ഈ ഒരു പ്രൈസ് റേഞ്ചിലൊക്കെ നമ്മൾ മിനിമം എക്സ്പെക്ട് ചെയ്യുന്ന ഒരു കാര്യമാണ് അൾട്രാ വൈഡ് ആംഗിൾ ലെൻസ്. സെൽഫി ക്യാമറയുടെ കാര്യം പറയുകയാണെങ്കിൽ ഫ്രണ്ടിൽ 8 മെഗാപിക്സലിൻ്റെ f2.0 അപ്പേഴ്സിൽ വരുന്ന സെൽഫി ക്യാമറയാണ് കൊടുത്തിട്ടുള്ളത്. പിന്നെ ബാറ്ററിയുടെ കാര്യം പറയുകയാണെങ്കിൽ 5000 mAh ബാറ്ററി കൊടുത്തിട്ടുണ്ട്. 18 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പിന്നെ Type-C ചാർജിംഗ് പോർട്ടുമായിട്ടാണ് ഈ ഫോൺ വരുന്നത്.
വിലയുടെ കാര്യം പറയുകയാണെങ്കിൽ ഈ ഫോണിൻ്റെ 4GB റാം 64GB ഇന്റേണൽ വെർഷൻ്റെ വില വരുന്നത് 13,990 രൂപയാണ്. 4GB റാം 128GB ഇന്റേണൽ വെർഷൻ്റെ വില വരുന്നത് 15,490 രൂപയാണ്. അപ്പോൾ നമ്മൾ ഓവറോൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഫോണിൽ അത്ര നല്ല ഫീച്ചേഴ്സും കാര്യങ്ങളൊന്നും കൊടുത്തിട്ടില്ല. ഡിസ്പ്ലേയുടെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ അത് നെഗറ്റീവായിട്ട് പറയേണ്ട കാര്യമാണ്. പ്രോസസ്സറിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ അതും നെഗറ്റീവായിട്ട് പറയേണ്ട കാര്യമാണ്. ക്യാമറയുടെ കാര്യം പറയുകയാണെങ്കിൽ അൾട്രാ വൈഡ് ആംഗിൾ ലെൻസ് കൊടുത്തിട്ടില്ല. ഇങ്ങനെ ചില കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. പിന്നെ ബാറ്ററിയുടെ കാര്യത്തിൽ വലിയ തരക്കേടില്ല എന്ന് പറയാം. തരക്കേടില്ല എന്ന് പറയുമ്പം ഓഫ്ലൈൻ മാർക്കറ്റ് മാത്രം കൺസിഡർ ചെയ്യുമ്പോഴാണ് വലിയ തരക്കേടില്ല എന്ന് പറയാൻ പറ്റിയിട്ടുള്ളത്. ഓൺലൈൻ മാർക്കറ്റ് നമ്മൾ കൺസിഡർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ഇതിനേക്കാൾ കൂടിയ ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ടൊക്കെ കിട്ടുന്ന ഫോണുകൾ വരുന്നുണ്ട്. പക്ഷേ ഓഫ്ലൈൻ മാർക്കറ്റ് മാത്രം കൺസിഡർ ചെയ്യുമ്പോൾ ആ ഒരു കാര്യം മാത്രം വലിയ തരക്കേടില്ല എന്ന് പറയാം. ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നെഗറ്റീവായിട്ട് തന്നെ എടുത്തു പറയേണ്ട കാര്യങ്ങളാണ്. ഇനിയിപ്പോൾ ഒരു ഓഫ്ലൈൻ ഫോൺ ആണെങ്കിലും അതിൽ എടുത്തു പറയേണ്ട അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് ആ ഒരു പ്രൈസ് റേഞ്ചിൻ്റെ ആവറേജ് ആയിട്ട് വരുന്ന എന്തെങ്കിലുമൊക്കെ ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ വരാറുണ്ട്. പക്ഷേ ഈ ഒരു ഫോണിൽ അങ്ങനെയല്ല. എടുത്തു പറയേണ്ട കാര്യമായിട്ട് അല്ലെങ്കിൽ ആവറേജ് ആയിട്ട് വരുന്ന ഫീച്ചേഴ്സ് പോലും ഇതിൽ വരുന്നില്ല. പിന്നെ ഇതിന് പകരം ഒരു ഓഫ്ലൈൻ ഫോൺ സജസ്റ്റ് ചെയ്യാൻ പറയുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ സജസ്റ്റ് ചെയ്യുന്ന ഒരു ഫോണാണ് ഓപ്പോ A33 2021 എന്ന ഫോൺ. ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മൾ ഓൺലൈൻ ഫോൺസ് ഇവിടെ കൺസിഡർ ചെയ്തിട്ടില്ല. പ്യുവർ ഓഫ്ലൈൻ ഫോൺസ് മാത്രമാണ് ഇവിടെ കൺസിഡർ ചെയ്തിട്ടുള്ളത്. ഈ ഒരു പറഞ്ഞിട്ടുള്ള ഓപ്പോ A33 2021 എന്ന ഫോൺ 9,500 രൂപ പ്രൈസ് റേഞ്ചിലാണ് വരുന്നത്. ആ ഒരു പ്രൈസ് റേഞ്ചിൽ നമുക്ക് ഇതിനേക്കാൾ ബെറ്റർ ആയിട്ടുള്ള 90 Hz റിഫ്രഷ് റേറ്റുള്ള ഡിസ്പ്ലേ കിട്ടുന്നുണ്ട്. അതുപോലെ തന്നെ പഞ്ചോൾ ഡിസ്പ്ലേ വരുന്നുണ്ട്. അതുപോലെ തന്നെ കുറച്ചും കൂടി ബെറ്റർ ആയിട്ടുള്ള പ്രോസസ്സർ വരുന്നുണ്ട്. പിന്നെ ഫോണിൽ ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പൊക്കെയാണ് വരുന്നത്. പിന്നെ ഈ ഫോണിലെ പോലെ തന്നെ 18 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജിംഗ് ഒക്കെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. വിലയാണെങ്കിൽ ഇതിനേക്കാൾ വളരെ കുറവാണ്. അപ്പോൾ എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഈ ഒരു ഫോൺ എടുക്കുന്നതിലും നല്ലത് അതുപോലുള്ള ഫോണുകളൊക്കെ സെലക്ട് ചെയ്യുന്നതായിരിക്കും. ഓൺലൈൻ ഫോൺസ് കൺസിഡർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇതിനേക്കാളൊക്കെ വളരെ മികച്ച ഫീച്ചേഴ്സുമായിട്ട് വരുന്ന ഫോണുകളൊക്കെ നമുക്ക് കിട്ടുന്നുണ്ട്. എന്തായാലും ഈ ഒരു ഫോണിനെ കുറിച്ചിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായം ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക.